ഒരു കൈൻഡ് ഓഫ് എൻട്രൻസ് എക്സാമാണ് എഴുതാൻ പോകുന്നത്. അതായത് പ്രിസിഷനും അതുപോലെ തന്നെ 100% പെർഫെക്ഷനും ഇതിവിടെ വലിയ വാല്യൂ ഉണ്ട്. എക്സാം ഹാളിലെ സമയത്ത് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ എഴുതുന്ന സമയത്ത് ഒരു ക്ലാരിറ്റിന്റെ കുറവ്. എക്സാം ഹാളിൽ ഇറങ്ങിയ സമയത്ത് എന്ത് ചെയ്യുന്നു, അത് നമുക്ക് അറിയാം കറക്റ്റ് ഉത്തരമാണെന്ന് അറിയുന്ന പോലത്തെ ഒരു വേഴ്സ് സിനാരിയോ വരുന്നുണ്ട്. ബ്ലാങ്ക് ആയി പോവുക, അല്ലെങ്കിൽ കറക്റ്റ് അറിയാതെ പോവുക. എക്സാം ഹാളിൽ നിങ്ങളുടെ കാലെടുത്ത് വെച്ച സമയത്ത് തന്നെ തലച്ചോറിനുള്ളിൽ ആരോ വന്നിട്ട് പറയുന്നത് തന്നെയാണ് ഉത്തരം. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് തന്നെയാണ് ഉത്തരം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു ടോപ്പിക് അറിയാം, ഒരു ക്വസ്റ്റ്യൻ അറിയാം, അതിന്റെ ആൻസർ നിങ്ങൾക്ക് 60% അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടോട്ടൽ എന്താണ് അതെനിക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ സമയത്ത് ക്ലാരിറ്റിന്റെ കുറവുണ്ട്. അതായത് ചിലപ്പം ഒരു 2 ഓപ്ഷനിൽ മാത്രമേ ഇക്കാര്യം ക്ലാരിറ്റിന് കുറവുണ്ടാവും. കാരണം നിങ്ങൾക്ക് അത് 50% മാത്രമേ അതിനെക്കുറിച്ച് അറിയുന്നുള്ളൂ. വെച്ചാൽ അറിയാം, പക്ഷേ അതിന്റെ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ് കുറവാണ്. പക്ഷേ ഈ എൻട്രൻസ് പോലത്തെ എക്സാമിന് നിങ്ങൾക്ക് 90% അല്ലെങ്കിൽ 100% നിർബന്ധമായിട്ടും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ക്ലാരിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ അത് ലക്കിന്റെ ബാധ്യത ഇല്ലാതെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പം ഈ തരത്തിലുള്ള പ്രശ്നം നേരിടുന്ന ആൾക്കാരോട് പറയാം, നിങ്ങൾക്ക് ആ ടോപ്പിക്കിൽ ക്ലാരിറ്റി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ആ കോൺഫിഡൻസ് ഉണ്ടായാൽ മാത്രമേ എക്സാം ഹാളിൽ വരുന്ന ഈ ഒരു ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും കുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ സില്ലി മിസ്റ്റേക്സിന്റെ ഗണത്തിൽപ്പെടുത്തേണ്ട കാര്യങ്ങളല്ല. അത് നിങ്ങളെ ക്ലാരിറ്റി കുറവുകൊണ്ട് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇനി അങ്ങോട്ട് വരുന്ന മോക്ക് എക്സാംസുകളിൽ എന്ത് ചെയ്യുക, എവിടെയാണ് തെറ്റെന്നുള്ള കറക്റ്റ് അനാലിസിസ് വരുത്തുക. അറിയാത്ത ഏരിയകൾ മാത്രം നോക്കുക, അതിൽ ക്ലാരിറ്റി കൂട്ടാൻ നോക്കുക. ആരാണോ അന്ന് സില്ലി മിസ്റ്റേക്സ് ഇല്ലാത്തത് അവർക്ക് ഒന്നറങ്ങി കിട്ടുന്നുണ്ടാവും. അപ്പം അത് നിങ്ങളാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.